I think PM, and I am going to present a seminar on the topic recursion with factorial. So, recursion. Recursion. Recursion is a process in which a function calls itself directly or indirectly is called recursion, and the corresponding function is called a recursive function. അതായത് റിക്കേഷൻ പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യാം ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട്. ഈ പ്രോസസ്സിനെയാണ് റിക്കേഷൻ. കറസ്പോണ്ടിങ് ഫംഗ്ഷനെയാണ് നമ്മൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫാക്ടോറിയൽ ആണ്. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ നമ്പറിന് അതിന്റെ ഡിസെൻഡിങ് താഴത്തേക്കുള്ള നമ്പേഴ്സിന്റെ ഒരു മൾട്ടിപ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാക്ടോറിയൽ യൂസ് ചെയ്യുക. Factorial n factorial is equal to n into n minus 1 factorial. Example 3 factorial. 3 factorial into 3 minus 1 factorial, 6 factorial. അറിയുന്നത് തന്നെയാണ്. ഇനി അടുത്തതൊരു പ്രോഗ്രാമാണ്. അതായത് നമ്മളൊരു ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള വേണ്ടിയിട്ട് റിക്കേഴ്സീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ് അടുത്തത്. ഇപ്പം നമ്മൾ ഈ പ്രോഗ്രാമിൽ str.h into fact into factor into n main into n comma k printf a/n enter the number scan %d and then k is equal to factor of n print n factorial is %d comma k int factor of a int n if n is equal to 1 return 1 else return n into fact of n minus 1. അപ്പം പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു, ഇന്റീജർ എന്നും കെയും. പിന്നെ യൂസറിനോട് നമ്മൾ എൻ്റർ ദ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു, എന്നിട്ട് സ്കാൻ ചെയ്യും. പിന്നെ ഫങ്ഷൻ നെക്സ്റ്റ് നമ്മൾ ഫങ്ഷനെ കോൾ ചെയ്യുന്നു ഫാക്ട് ഫങ്ഷൻ. റിട്ടേൺ ടൈപ്പ് ഇന്റീജർ കെ കൊടുക്കുന്നു. പിന്നെ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന ഫാക്ടോറിയൽ %d. ഇനി നമ്മൾ ഫാക്ടോറിയൽ ഫംഗ്ഷൻ ഇൻഡ് ഫാക്ടർ ഓഫ് ഇൻഡ് n if n is equal to 1, അതായത് n 1 ആണെങ്കിൽ നമ്മൾ റിട്ടേൺ 1 റിട്ടേൺ ചെയ്യണം. അല്ലെങ്കിൽ n into factor of n minus 1 നമ്മൾ റിട്ടേൺ ചെയ്യണം. ഇനി സപ്പോസ് n is equal to 3 ആണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഫാക്ടിനെ കോൾ ചെയ്യും a is equal to factor of 3. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും n is equal to 1 ആണ്. n 1 ഇല്ല, n 3 ആയതുകൊണ്ട് തന്നെ 3 into factor of n minus 1, അതായത് 3 minus 1 factor of 2 നമ്മൾ ചെയ്യും. അടുത്ത് ഫാക്ട് ഫംഗ്ഷൻ കോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് 2 into factor of 1 കിട്ടും. പിന്നെ ഫാക്ടർ 1 നമ്മൾ ചെക്ക് ചെയ്യും. ഫാക്ടർ 1 എന്നത് 1 ആണ്. അപ്പോൾ അത് റിട്ടേൺ 1 ആവും. നമ്മൾ ഫാക്ടറിൻ്റെ റിട്ടേൺ 3 into 2 into 1 അതായത് 6 കിട്ടും. ഫാക്ടർ 6.